ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കൊച്ചടുക്കളയിൽ വെച്ച് നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ടെറസ് കിച്ചണിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇപ്പോഴത്തെ മഴയും കാര്യങ്ങളും ഒരുപാട് പടി കയറണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. തെന്നി കിടക്കുമായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. എൻ്റെ കാലൊക്കെ ഇങ്ങനെ ശരിയായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൊച്ചടുക്കളയിൽ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യാം. ഇന്നിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വേണമെങ്കിൽ ഒരു ആപ്പിറ്റൈസറായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റാർട്ടർ ഐറ്റമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. റോഡ് സൈഡ് തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആണ്. കോയമ്പത്തൂർ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഓക്കെ, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും വഴിയോര കച്ചവടക്കാർ വിൽക്കുന്ന റോഡ് സൈഡ് തട്ടുകടകളിലൊക്കെ കിട്ടുന്നൊരു കാര്യമാണ് റോഡ് സൈഡ് മഷ്റൂം കാളൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എനിക്കറിയില്ല. മഷ്റൂം കാളൻ അതെന്ന് പറയുമ്പോൾ ഇത് മഷ്റൂം ആയിട്ട് മാത്രമല്ല. ഈ വഴിക്കടകളിൽ കിട്ടുമ്പോൾ ചില സ്ഥലത്തൊന്നും മഷ്റൂം കാണില്ല, അതിനകത്ത് ക്യാബേജ് മാത്രമേ കാണുള്ളൂ. പക്ഷേ ക്യാബേജും മഷ്റൂമും കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി വൈസ് ബാലൻസ് ആവും. മഷ്റൂം മാത്രമാണെങ്കിൽ എക്സ്പെൻസീവ് അല്ലേ, അപ്പോൾ അവർക്ക് ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് കാരണം ക്യാബേജ് ഒരു നല്ല കോമ്പിനേഷനായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യും. ആക്ച്വലി പറഞ്ഞാൽ മഷ്റൂം മാത്രമായിട്ട് ചെയ്യും. പിന്നെ ക്യാബേജ് ചേർക്കുകയാണെങ്കിലും മഷ്റൂം ചേർക്കുന്നതിന് നേരെ പകുതി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതലും മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുമല്ലോ. അപ്പോൾ ഇത് സെമി ഡ്രൈ ആയിട്ട് ഏതാണ്ട് ഒരു മഞ്ചൂരിയൻ്റെയൊക്കെ സ്റ്റൈൽ പോലെ തോന്നും, ഡ്രൈ മഞ്ചൂരിയൻ പോലെ. പക്ഷേ വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട് നല്ല രീതി. ഇതിങ്ങനെ മുകളിൽ കുറച്ച് എന്താ പറയുക, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ ഒരു മെയിൻ ഫുഡായിട്ട് വേണമെങ്കിലും കഴിക്കാം, ഒരു സ്നാക്ക് പോലെയും കഴിക്കാം, എങ്ങനെയാണെങ്കിലും. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഒരുപാട് തമിഴ്നാട്ടിൽ പഠിച്ചവർക്കും തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്കും ഒക്കെ അവരുടെ ഒരു, നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ല, നമുക്ക് നൊസ്റ്റു തോന്നുന്ന ചില കാര്യങ്ങൾ പഠിക്കുന്ന കാലത്ത്, സ്കൂൾ ഡേയ്സ്, കോളേജ് ഡേയ്സ്, അങ്ങനെ നൊസ്റ്റാൾജിയ ഉള്ള ഒരു വിഭവമാണ് പലർക്കും. റോഡ് സൈഡ് കടകളിൽ നിന്നും ചെറിയ വിലയ്ക്ക് വാങ്ങി കഴിച്ചിട്ടുള്ള ഈ ഒരു മഷ്റൂം കാളൻ എന്ന് പറയുന്ന കാര്യം, സ്ട്രീറ്റ് കാളൻ. എനിവേ, അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. കാണിച്ചിട്ട് എന്തൊക്കെയാണെന്ന്. ഇപ്പം ബട്ടൺ മഷ്റൂം കിട്ടിയിട്ടുണ്ട്, അതൊരു 2 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത രീതി ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ക്യാബേജ് എങ്ങനെയാണ് മഷ്റൂം കൊണ്ടുള്ള വിഭവം. മഷ്റൂം ആൻഡ് ക്യാബേജ് അതിനെ അരിയുമ്പോൾ ഇത് നോക്കിക്കോളൂ. ഓക്കെ, മഷ്റൂമൊക്കെ വളരെ ഫൈനായിട്ട്, ക്യാബേജ് ആണെങ്കിൽ എല്ലാം ഇങ്ങനെ ഫൈനായിട്ടാണ് അരിയേണ്ടത്, വളരെ ചെറിയ രീതിയിൽ ഫൈനലി ചോപ്ഡായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. വാടിക്കഴിഞ്ഞാലൊന്നും ഇല്ല, എങ്കിലും ഇത് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇത് നല്ല ചെറുതായിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2 കപ്പ് നിറച്ചുണ്ടാവും. ഒരു 200 ഗ്രാംസ് ഒരു പാക്കറ്റിലാണ് എനിക്ക് മഷ്റൂം കിട്ടിയത്. ക്യാബേജും ഇതുപോലെ ചെറുതായിട്ട് അരിയണം. ക്യാബേജ് 1 കപ്പ് മതിയാകും, അത് നേരെ പകുതി. മഷ്റൂം 2 കപ്പാണെങ്കിൽ ഇത് ഒരു, ഞാൻ പറഞ്ഞല്ലോ, 1 കപ്പ് അത് മതി. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ചാൽ ഒരു പക്കോട പോലെ അല്ലെങ്കിൽ പക്കോടാസ് പോലെ ഇങ്ങനെ ആദ്യം ഒരു വറവൽ പോലെ വറുത്തെടുക്കും. ഓക്കെ, മിക്സ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പിന്നെ ഒരു ചെറിയ ഗ്രേവി പോലെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പോലെ ആക്കി എടുത്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മിക്സിങ് നോക്കിക്കോളൂ. മഷ്റൂംസും അതിൻ്റെ കൂടെ നേരെ പകുതി ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് ഉള്ളി, സവാള. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം, അത് പ്രത്യേകിച്ച് ഈ ഉള്ളിയിൽ നിന്നൊക്കെ റിലീസാകും. കുറച്ച് ഉപ്പ്. ഓക്കെ, നന്നായിട്ടിങ്ങനെ അമർത്തി മിക്സ് ചെയ്യണം. അപ്പോൾ മഷ്റൂമും ഒക്കെ വാട്ടർ തന്നെയാണ്. അത് അടുപ്പിൽ വെച്ച് നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ കാണാറില്ലേ, വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. 1/4 കപ്പ് മൈദാമാവും ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നിറച്ചെടുക്കുക, കുമിച്ചെടുക്കുക, ഇഞ്ചി അരച്ചതും 1 ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി അരച്ചതും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ചപ്പാത്തി മാവ് പോലെ ഇരിക്കുന്നില്ല, കയ്യിലിങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും. ഇനി ഇതിലേക്ക് ഒരു ഹീപ്ഡ് ടീസ്പൂൺ നിറച്ചെടുക്കുക പിരിയൻ മുളക് പൊടി,
ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ ടോട്ടൽ പിരിയൻ മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്തു, നിറച്ച് ചേർത്ത് കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ സ്റ്റിക്ക് ചെയ്യുന്നില്ല, ഇരിക്കും കുഴപ്പമില്ല. കുഴച്ചെടുത്തിട്ട് കൈ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇത് കുഴച്ച് അതിൽ നിന്ന് ഉരുളകൾ പോലെ ഉരുട്ടി എണ്ണയിലേക്ക് ഇടേണ്ടത്. എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഒരു എക്സാക്റ്റ് ഉരുണ്ട ഷേപ്പ് തന്നെ വേണമെന്നില്ല, റൗണ്ട് ഷേപ്പ് വേണ്ട. ഇച്ചിരി റൗണ്ട് ഷേപ്പ് പോലെ എടുത്തിട്ട് ഒന്ന് പരത്തി ഇങ്ങനെ ഇടുന്നതായിരിക്കും നല്ല. ഏതാണ്ട് ഒരു ഉള്ളിവടയുടെയൊക്കെ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തന്നെ മൂക്കണം. ആ രീതിയിൽ മൂപ്പിച്ച് വറുത്തെടുക്കാം. ഇത് നോക്കിയാൽ നല്ല കരുകരുപ്പായി ബ്രൗൺ കളറായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്നും കണ്ണാപ്പ വെച്ച് കോരി മാറ്റാം. അപ്പോൾ എണ്ണ ചൂടായി കിടക്കുകയാണ്. അതേ എണ്ണയിൽ തന്നെ ബാക്കി ഇരിക്കുന്ന ആ പക്കോറ മിക്സിൽ നിന്നും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ ഉരുളകൾ ഉരുട്ടി ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെ എല്ലാ മഷ്റൂം, ക്യാബേജ് വടകളെന്നോ പക്കോറാസെന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം, എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനി വേറെ ലെവലിലേക്കാണ് ഇനി അടുത്തത് പോകാൻ പോണത്. ഇനി മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെക്കുന്നു. പാത്രം നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ആ ചൂട് എണ്ണ, നമ്മൾ വറുത്തില്ല എണ്ണ, ആ എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിക്കാം. 2 മുതൽ 3 ടേബിൾ സ്പൂൺ കോരി ഒഴിക്കാം. അപ്പോൾ എണ്ണ ഓൾറെഡി ചൂടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർക്കുന്നു, ചെറുതായി അരിഞ്ഞത്. 1-2 പച്ചമുളക്, വലിയ പച്ചമുളകാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 വെറുതെ ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ ഒന്ന് ചെറുതായി മാറട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. സവാളയൊക്കെ ഒന്ന് വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി അരച്ചതും 2 ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി അരച്ചതും ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറട്ടെ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച പിരിയൻ മുളകിൻ്റെ പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നന്നായിട്ട് വഴറ്റി മൂപ്പിക്കും. എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് മൂത്ത് തുടങ്ങി. ഇനി ഒരു 2 ടൊമാറ്റോ അരച്ചെടുത്തത്, പ്യൂറി ചെയ്തെടുത്തത്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആയിരുന്നു, അതും കൂടി ചേർക്കുന്നു. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോയുടെയൊക്കെ പച്ചച്ചോ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അങ്ങനെ നമ്മുടെ റോഡ് സൈഡ് കാളൻ മഷ്റൂം മസാല, കാളൻ എന്നാണ് ഇത് പറയുന്നത്. കാളൻ KALA എന്നും പറയും, KAALA എന്നും പറയും. 2 രീതിയിലും പറയാറുണ്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ ചേർത്തല്ലോ. ഇനി ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഓർ ടൊമാറ്റോ സോസ്. ഇപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഒരു അരയും കൂടെ ചേർക്കാം. ഓക്കെ. ചില ആൾക്കാർക്ക് സോസിൻ്റെ ആവശ്യമില്ല, സോസ് ഇല്ലാതെയും ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു സോസും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ഉപ്പൊക്കെ നോക്കാം. അയ്യോ കറക്റ്റ്. ഇനി ഒരു അല്പം പഞ്ചസാരയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ
ഷുഗർ. ഇതാ എരിവിനെയും പുളിയെയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. ഇനി ഒരല്പം കാര്യം കൂടി ചെയ്യാം. ഇച്ചിരി ഒന്ന് ഗ്രേവി ആക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ അത് കലക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി പോലെയായി വരും. അതൊന്നുകൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എക്സ്ട്രാ ഇടാം, കുറച്ച് മല്ലിയില അരിഞ്ഞിടാം. കുറുകിയൊരു ചാറ് പോലെ ആയി. ഇത് മതി, ഇത്രയും ആവശ്യമുള്ളൂ. ഒന്ന് മുറിച്ചൊക്കെ ഇടാം വേണമെങ്കിൽ. അത് നോക്കിക്കോളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിടാം. ഇതിങ്ങനെ കോട്ട് ചെയ്യുന്ന രീതിയിലാകണം. അങ്ങനെ എല്ലാ പക്കോറ പീസസും ചേർന്ന് നന്നായിട്ട് കുഴഞ്ഞ് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു അരപ്പെന്ന് പറഞ്ഞാൽ സോസ് പോലെ ഒരു അരപ്പാണ്. എന്നാൽ ടിപ്പിക്കൽ സോസി ആ ഒരു ടെക്സ്ചറിനെക്കാട്ടും കുറച്ചുകൂടി ഇങ്ങനെ കുഴമ്പ് പോലെ നമ്മുടെ ഈ മസാലയും എല്ലാം കൂടി ചേർന്ന് വരുന്നതല്ലേ. അപ്പോൾ ഈ കഷ്ണങ്ങളിലൊക്കെ ഇങ്ങനെ പിടിച്ച് കവർ ചെയ്ത് നല്ല പൊതിഞ്ഞിരിക്കുന്ന പോലെ നിറച്ച അരപ്പ് വേണം. ഇതുപോലെ ആയി വരണം. ഒരു പക്കോറ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി, അതൊന്ന് കഴിച്ചു നോക്കാം. ഇനി സെർവ് ചെയ്യുന്ന രീതി, ഒരു സെർവിങ് പാത്രത്തിലേക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ആൻഡ് ക്യാബേജ് ആ പീസസൊക്കെ ഇങ്ങനെ കോരി വെച്ചിട്ട് നമ്മുടെ കാളൻ റെഡി. മഷ്റൂം കാളൻ ഇസ് റെഡി. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിഞ്ഞ സവാള ആദ്യം ഇങ്ങനെ നിരത്തുന്നു. ടോപ്പ് വിത്ത് സവാള അരിഞ്ഞത് ചോപ്ഡ്, പക്ഷേ ഇച്ചിരി കൂടുതൽ സവാള ഇട്ടാലും നല്ലതാണ്. മല്ലിയില അരിഞ്ഞതും അങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെയാണിത് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ബേൽപൂരിയൊക്കെ കഴിക്കുന്നില്ലേ, അതേപോലെയൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ ഇത് ഇച്ചിരി സ്പൈസി ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. ഈ ഒരു ഐറ്റം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ കാര്യം എന്ന് വെച്ചാൽ, വൈക്കത്തുള്ള നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലി മെമ്പറുണ്ട്, എന്നെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. നിവ്യ എന്നാണ് പേര്. ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ വന്ന് കണ്ടിരുന്നു, അമ്മയും മോളും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ, ഒന്നിങ്ങനെ ഇത് കാണിക്കാമോ എന്ന് ചോദിച്ചു. ഓക്കെ, മഷ്റൂം കാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റ് ഫുഡ്, റോഡ് സൈഡ് ഒരു സംഭവം. അതാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് തോന്നി. ഓക്കെ, ഇത് നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ ഇതുവരെ, ഓക്കെ ഇന്ന് കാണിക്കാം വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിവ്യയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് അങ്ങനെ സജസ്റ്റ് ചെയ്തതിന്. ഓക്കെ, ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നല്ല സ്പൈസിയാണ്, ടേസ്റ്റിയാണ്, നിർത്താനേ തോന്നില്ല കേട്ടോ, കഴിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. എല്ലാവർക്കും ഇഷ്ടമാവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.